നിങ്ങളുടെ വീട്ടിൽ പൊടിയും ചെളിയും ഒക്കെ ഉണ്ടോ എന്ന് ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചപ്പം ഞാനൊരു മടിയും കൂടാതെ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, നമ്മുടെ വീട്ടിൽ പൊടിയൊന്നുമില്ല. കാരണം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ തൂത്തുവാരി തുടയ്ക്കുന്നതാണ്, ഇടയ്ക്ക് എല്ലായിടവും പൊടി തട്ടി ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പം ഈ ജേഗാർഡ് വന്ന് നമ്മുടെ വീടെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് പൊടി ഇറക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. സത്യത്തിൽ പുറത്തുനിന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും, ഇവിടെ താമസം ഇല്ലാതെ കിടക്കുമായിരുന്നു എന്ന്. അതുപോലെ പൊടിയും ചെളിയായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് അവർ തൂത്ത് ഇറക്കിയത്. ഡോക്ടർ എന്നോട് അങ്ങനെ ചോദിക്കാൻ കാരണം എൻ്റെ കുഞ്ഞു മോൾക്ക് അലർജിയും കഫക്കെട്ടിനും ചുമ ഇങ്ങനെ മാറാതെ നിൽക്കുകയായിരുന്നേ. ആ സമയത്ത് അവസാനം മരുന്ന് കൊടുത്ത് മടുത്തിട്ട് ഡോക്ടർ ചോദിച്ചാണ് വീട് ക്ലീൻ ആണോ എന്ന്. പക്ഷേ ആ സമയത്ത് പറഞ്ഞു വീട് ക്ലീനാന്ന്. കാരണം നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പം നമുക്ക് പൊടികളൊന്നും കാണത്തില്ല, വീട് നല്ല ക്ലീനായിട്ടിരിക്കും. പക്ഷേ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ഡീപ്പ് ക്ലീൻ ചെയ്താലേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ പൊടിയും ചെളിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ ആകാറായപ്പം ഞങ്ങൾ ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ പോലെ. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ വയ്യായ്കയായി കേട്ടോ. ചുമയും കഫക്കെട്ടലും അങ്ങനെ എല്ലാവർക്കും പനിയും ഒക്കെ ഓരോ വയ്യായ്കയായിപ്പോയി. അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ട് കുറേ എൻക്വയറി ചെയ്തിട്ട് നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ആരെങ്കിലും വിളിക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് നമ്മൾ ജേഗാർഡിലെത്തിയത്. ജേഗാർഡിൻ്റെ സർവീസ് അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ അവരെ വിളിച്ചു. എൻ്റെ അനിയത്തിയുടെ ഹൗസ് വാമിങ്ങിൻ്റെ തലേന്നും ഇവർ തന്നെയാണ് കേട്ടോ പോയി ക്ലീൻ ചെയ്തത്. ആ ഒരു വിശ്വാസത്തിലാണ് ഇവരെ വിളിച്ചത്. എന്തായാലും വീട് നല്ല കുട്ടപ്പനാക്കി തന്നു കേട്ടോ. അവർ പുതിയതുപോലെ ആക്കി തന്നു. നമ്മുടെ വീട്ടിൽ പൊടികളും എല്ലാം മാറ്റി, അതുപോലെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പൊടി തട്ടി അതേ സ്ഥാനത്ത് വെച്ചു. ജനലും ആ ചില്ലുകളും ഒക്കെ നല്ല അടിപൊളിയാക്കി വെളുപ്പിച്ചു കേട്ടോ. നമ്മൾ സാധാ വാക്കം ചെയ്യുന്ന പോലെയല്ല അവർ ചെയ്യുന്നത്. അവരുടെ വലിയ വാക്കം മെഷീനിലും അതുപോലെ തന്നെ നല്ല ക്ലീനിങ്ങിൽ നമ്മുടെ ഫ്ലോറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന മെഷീനും ഒക്കെ കൊണ്ടുവന്ന് ഷാമ്പു വാഷ് ചെയ്ത് ഇറങ്ങുമ്പം നമുക്കത് ആ വീട്ടിലേക്ക് നോക്കിയാൽ തന്നെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാകും കേട്ടോ. ഷൈനിങ് നമുക്ക് മനസ്സിലാകും. അങ്ങനെ വന്ന് അവരെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു. ഞാൻ പറയുന്നത് നമ്മളൊരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ വീട് ഡീപ്പ് ക്ലീൻ ചെയ്തിടണമെന്നാണ് കേട്ടോ. എന്നാലേ ഉള്ളൂ കുറേ അലർജി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കുട്ടികൾക്കും നമ്മളെ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും വരാതിരിക്കുകയുള്ളൂ. പിന്നെ ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ കുട്ടികളെ കൊണ്ടിരിക്കുന്നവർക്കും രോഗങ്ങളായിട്ടുള്ളവർക്കും ഒക്കെ ഇവരെ പോലുള്ള ജേഗാർഡ് പോലുള്ള സർവീസ് അത്യാവശ്യമാണ്. അപ്പം ബാത്റൂമൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തന്നു. അതുപോലെ കിച്ചൺ ആണെങ്കിലും നമ്മൾ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വെച്ചതുപോലെ അവർ അതിലും നല്ല ഭംഗിയായിട്ട് അവർ അടുക്കി പറക്കിയൊക്കെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് സ്റ്റോപ്സ് ആണെങ്കിലും സിങ്ക് ആണെങ്കിലും എല്ലാം വളരെ ക്ലീനായിട്ട് ഡീപ്പ് ക്ലീൻ ആക്കി തന്നെ തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ചെയ്യേണ്ട പണി ഒരു 6 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർത്തു കേട്ടോ അവർ. അപ്പോൾ ഞാനിത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കോൾ എന്നെ വിളിച്ച് നോക്കുക കേട്ടോ. എന്നാലേ അവരെ പെട്ടെന്ന് കിട്ടത്തുള്ളൂ.